Hi friends, എല്ലാവർക്കും ടെക്നിക്കൽ ബ്രൗസർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്താവണം, നിങ്ങൾക്ക് സൂപ്പർമാൻ ആണോ സ്പൈഡർമാൻ ആണോ എന്താണോ നിങ്ങൾക്ക് അവരുടെ ഫേസ് മാറ്റിയിട്ട് നിങ്ങളുടെ ഫേസ് വെക്കാനുള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ പേര് റീഫേസ് എന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾ എല്ലാം എഗ്രി കൊടുക്കുക. അതായത് അവർ പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഫേസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അഗ്രിയാണ്. അതുപോലെ തന്നെ അവർ പറയും നിങ്ങളുടെ ആ ഒരു ഫേസ് അവർ സ്റ്റോർ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇവിടെ എലോ കൊടുക്കുക, എലോ ക്ലിക്ക് ചെയ്യുക, എന്നാലും നിങ്ങളെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ ഫേസ് നിങ്ങൾ അവിടെ ക്യാമറയിൽ കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ലോഡ് ചെയ്തിട്ട് ടിക്ക് ബട്ടൺ കാണാൻ പറ്റും. ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഇങ്ങനെ ഒരുപാട് ഫേസ് കാണാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഇവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആ ഒരു പിക്ചർ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് വേറെ ഫോട്ടോസൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ രണ്ടാമതായിട്ട് ഒരു സെർച്ച് എഞ്ചിൻ കാണാൻ പറ്റും. സെർച്ചിൻ്റെ ഒരു ബട്ടൺ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടത് സെർച്ച് ചെയ്യാം. ഇപ്പോൾ അയൺമാൻ അവഞ്ചേഴ്സിലെ അയൺമാൻ എന്നുള്ള ഒരു ക്യാരക്ടർ ഇപ്പോൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജിഫും അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് റീഫേസ് എന്ന് കാണാൻ പറ്റും. ആ റീഫേസ് ക്ലിക്ക് ചെയ്താൽ ഇത് ലോഡ് ചെയ്യും. ഇത് ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ മുഖം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അവഞ്ചേഴ്സിലെ അയൺമാനായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡിൻ്റെ ഒരു ബട്ടൺ കാണാൻ പറ്റും ഷെയറിൻ്റെ അപ്പുറത്ത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. അതിപ്പം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ഇവിടെ വീഡിയോ ആയിട്ടോ ജിഫായിട്ടോ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഷെയർ ബട്ടൺ കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ മമ്മൂട്ടിന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മമ്മൂട്ടിയും ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ മമ്മൂട്ടീനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഞാനിപ്പോൾ റീഫേസ് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മമ്മൂട്ടീനെ മുഖം നിങ്ങളുടെ മുഖത്തിന് കട്ട് ചെയ്തിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ അത് മമ്മൂട്ടീൻ്റെ ഒരു കോമഡി ആയിട്ടാണുള്ളത്, കാരണം എൻ്റെ ഒരു ഫേസിന് ചേരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാമതായിട്ട് ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജിഫൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രോ മോഡ് വേണം. അപ്പോൾ പ്രോ മോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജിഫ് ഇതാക്കാൻ പറ്റും. ഇപ്പോൾ നാലാമതായിട്ട് കാണാൻ പറ്റും അത് പ്രൊഫൈൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഡിറ്റിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോട്ടോ മാറ്റാം, വേറെ ഫോട്ടോ വെക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹോമിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അയൺമാൻ, ഒരുപാട് ബാഹുബലീൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരുപാട് ഫേസൊക്കെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അതായത് നിങ്ങളുടെ ആ ഒരു റീഫേസ് എന്നുള്ള സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അതിന് പൈസയൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ ആ 12 മിനിറ്റ് നിങ്ങൾക്ക് ആക്കേണ്ടി വരും. അതിനുവേണ്ടി ഞാനൊരു ട്രിക്ക് പറയുന്നുണ്ട്. നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ മാനേജർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ്സ് എന്ന ആപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് റീഫേസ് എന്ന ആ ഒരു ആപ്ലിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് എന്ന് കാണാം. സ്റ്റോറേജ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ഡാറ്റ അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ക്ലിയർ ഡാറ്റ എന്ന് തന്നെ വരും. എന്നിട്ട് ആ ക്ലിയർ ഡാറ്റ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ എന്ന് കാണാം. ആ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഡാറ്റ മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ വീണ്ടും ഫസ്റ്റ് മുതൽ എടുക്കുക. അപ്പം നിങ്ങൾക്ക് വീണ്ടും ആ ഒരു ഒരുപാട് ഫേസ് വീണ്ടും എടുക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ട് നിന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഫേസ് മാറ്റി നിങ്ങളുടെ ഫേസ് വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലുള്ള വീഡിയോസ് ആണെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഗാലറിയിലെ വീഡിയോസ് അത് നിങ്ങൾ ജിഫ് രീതിയിൽ മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പ്രോ ആപ്ലിക്കേഷനിലാണുള്ളത്. അപ്പോൾ പ്രോ ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ വീഡിയോ ജിഫ് രീതിയിലാക്കണം എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പ് വാട്സാപ്പ് ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ പറയുന്നുണ്ട് വീഡിയോ എങ്ങനെ ജിഫ് രീതിയിലാക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫേസ്വാപ്പ് എന്നുള്ള ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നല്ല കാര്യം മാത്രമല്ല, വളരെ ഒരു അപകടം പിടിച്ച ആപ്പും കൂടിയാണ്. കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഫോട്ടോസ് വെച്ചിട്ടും വീഡിയോ ചെയ്യാൻ പറ്റും. അത് വലിയൊരു അപകടം പിടിച്ച സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അത് ദയവ് ചെയ്ത് നിങ്ങളതൊന്നും ചെയ്യാതിരിക്കുക. അതിനെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.